ഇടുക്കി അടിമാലി ടൗണിലെ ഓടകൾ പലതും ദുർഗന്ധം വമിക്കുന്നതായി മാറിയെന്ന് പരാതി. വെള്ളമൊഴുക്ക് കുറഞ്ഞതോടെ ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. ഓടകളിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളടക്കമുള്ള മാലിന്യം കൂടി നിക്ഷേപിക്കപ്പെടുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുമെന്നാണ് ആക്ഷേപം. വേനൽക്കാലം എത്തിയതോടെ അടിമാലി ടൗണിലെ ഓടകൾ പലതും അസഹനീയമായ ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളായി മാറിയെന്നാണ് പരാതി. ബസ് സ്റ്റാൻഡ് പരിസരത്തുൾപ്പെടെ ഒട്ടുമിക്ക ഓടകളുടെയും സ്ഥിതി സമാനമാണ്. വെള്ളമൊഴുക്ക് കുറഞ്ഞതോടെ ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. ഓടകളിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളടക്കം മാലിന്യം കൂടി നിക്ഷേപിക്കപ്പെടുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുമെന്നാണ് ആക്ഷേപം. ഓടകൾ കടന്നു പോകുന്ന ഭാഗത്തെ വ്യാപാരികളടക്കം അസഹനീയമായ ദുർഗന്ധം സഹിച്ചാണ് വ്യാപാരശാലകളിൽ ഇരിക്കുന്നത്. അടിമാലി ടൗണിൽ മണ്ണാങ്കാല ജംഗ്ഷനിൽ പഴയ യൂണിയൻ ബാങ്കിന് പുറകുവശത്തുകൂടി ഒഴുകുന്ന തോട് മാലിന്യ കൂമ്പാരം കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞു കിടക്കുകയാണ്. ഇതിൽ ജനങ്ങൾക്ക് നടക്കുവാനോ ഇവിടെ ഇരിക്കുന്ന കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാനോ സാധിക്കാത്ത ഒരവസ്ഥയിലാണ്. ഇത് പഞ്ചായത്തിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും പരാതി കൊടുത്തിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ തോട് ചെന്ന് ചേരുന്നത് ദിവ്യാർ പുഴയിലേക്കാണ്. മാലിന്യം കാരണം ജനങ്ങൾക്ക് ഇതിൽ നടക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കൊതുകുകളും കൂത്താടികളും പെരുകുന്ന സ്ഥിതിയുമുണ്ട്. ഇത് പകർച്ചവ്യാധികൾക്ക് ഇടയാക്കുമെന്ന ആശങ്കയും വഴിയൊരുക്കുന്നു. മഴ പെയ്യുന്നതോടെ കെട്ടിക്കിടക്കുന്ന മലിനജലവും മാലിന്യങ്ങളുമെല്ലാം ദേവിയാർ പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതി ഉണ്ടാകും. ചിലരെങ്കിലും ഇപ്പോഴും ടൗണിലെ ഓടകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നുണ്ടോ എന്ന സംശയം ഉയരുന്നുണ്ട്. ടൗണിലെ ഓടകളുടെ ശുചീകരണത്തിന് പഞ്ചായത്ത് ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.